നമുക്കേറ്റവും പ്രിയപ്പെട്ട ഒരാൾ, അവരില്ലാതെ ഈ ഭൂമിയിൽ ജീവിതം തന്നെ സാധ്യമല്ലെന്ന് തോന്നുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായി ഈ ഭൂമിയിൽ നിന്നും കാണാതായാലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മരണത്തേക്കാൾ ഭയാനകമാണ് പലപ്പോഴും ഒരാളെ കാണാതാവുക എന്നുള്ളത്. അവസാനമില്ലാത്ത കാത്തിരിപ്പും മാഞ്ഞു പോകാത്ത ഓർമ്മകളും ഉള്ളിൽ നീറി നിറയുന്ന വേദനകളും നമുക്കൊപ്പം ജീവിച്ചുകൊണ്ടേയിരിക്കും. 8-ാം വയസ്സിൽ ഇന്തോ തിബറ്റൻ അതിർത്തിയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യൻ മിലിറ്ററിയുടെ രഹസ്യ ദൗത്യമായ ഓപ്പറേഷൻ സ്നോ ലോട്ടസിനിടയിലാണ് ഗോപയുടെ അച്ഛൻ മിലിറ്ററി പൈലറ്റ് മേജർ മുകുന്ദിനെ കാണാതെയാവുന്നത്. ഇന്ത്യൻ മിലിറ്ററിയിലെ ഏറ്റവും പ്രതിഭാധനനായ ഉദ്യോഗസ്ഥനായിരുന്നു മേജർ മുകുന്ദ്. 6 വർഷം ഇന്ത്യൻ സൈന്യം നടത്തിയ പലവിധങ്ങളായ അന്വേഷണങ്ങൾക്കൊടുവിലും കണ്ടെത്താനാവാതെ മരണപ്പെട്ടതായി രേഖപ്പെടുത്തുന്ന തൻ്റെ ജീവന്റെ ജീവനായ അച്ഛനെയും തേടി അമ്മ പോലും അറിയാതെ ഒരു മകൾ നടത്തുന്ന ഹൃദയയാത്രയാണ് സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന് പറയുന്ന പുസ്തകം. അച്ഛൻ സേവനമനുഷ്ഠിച്ച അതേ സൈന്യത്തിൽ ഡോക്ടറായി ജോയിൻ ചെയ്ത് അദ്ദേഹം അവസാനമായി ജോലി ചെയ്ത അതേ സ്ഥലത്ത് പോസ്റ്റിംഗ് നേടി തൻ്റെ മനസ്സിൽ കനലുപോലെ എരിഞ്ഞിരുന്ന ആ അന്വേഷണ യാത്രക്ക് ഗോപ മുകുന്ദ് തുടക്കമിടുകയാണ്. ഭൂമിയിൽ സ്നേഹത്തിനും സമാധാനത്തിനും കാവലാവശ്യമില്ലെന്നു കരുതി ഹിമാലയത്തിനു മുകളിൽ ശാന്തിദീപം പോലെ അധിവസിച്ചു വരുന്നതിനിടയിൽ വിദേശ രാഷ്ട്രങ്ങളുടെ ക്രൂരതയാൽ ചിന്നിച്ചിതറി പലയിടങ്ങളിലേക്കും പലായനം ചെയ്യപ്പെടേണ്ടി വന്ന തിബറ്റിൻ്റെ ഭൂമികയിലേക്കാണ് കഥ പതിയെ എത്തിച്ചേരുന്നത്. അഭയാർത്ഥികളായി ഇന്ത്യൻ മണ്ണിലേക്ക് പലായനം ചെയ്തെത്തിയ തിബറ്റൻ ജനതയിൽ നിന്നും ലഭിക്കുന്ന സൂചനകളെ പിന്തുടർന്ന് ഹിമാലയത്തിൻ്റെ മഞ്ഞുമലകളും കൊടും തണുപ്പും താണ്ടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബുദ്ധസന്യാസി ദാവയോടൊപ്പം തിബറ്റിൻ്റെ മാന്ത്രിക ഭൂമിയായ ശംഭാലയിലേക്കുള്ള അതിസങ്കീർണവും അസാധാരണവുമായ ജീവിതയാത്രയിലൂടെയാണ് ഗോപ പിന്നീട് കടന്നു പോകുന്നത്. വ്യത്യസ്തരായ മനുഷ്യരും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ജീവിത രീതികളും അത്രമേൽ മനോഹരമായി ഈ നോവൽ വരച്ചു കാട്ടുന്നു. കഥ അവസാനിക്കുമ്പോൾ ഗോപയ്ക്കും ദാവയ്ക്കുമൊപ്പം നമ്മളും ഈ മഞ്ഞുമലകൾ താണ്ടി തിരികെ എത്തുന്ന ഒരു അനുഭൂതി ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. ഇടരുകളുണ്ട് ഈ നോവലിന്. ചെറുബാല്യത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടു പോയ ഒരു മകളുടെ കഥയാണിത്. പ്രാണന